ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇന്നൊരു സൈഡ് ഡിഷും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് പപ്പടമാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ഒരല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് ഉണക്കമുളകും അതുപോലെ പപ്പടം ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടിലും ഉപ്പുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. നമുക്ക് എത്ര ഉടച്ച് നല്ലപോലെ മിക്സാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ പപ്പടം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പപ്പടമൊക്കെ ഒന്ന് പൊടിച്ച് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട്